നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്തും. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. പൂരത്തിന്റെ മറ്റ് ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൂരം നടത്തിപ്പുമായുള്ള ധാരണ. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. സെൽഫ് ലോക്ക്ഡൌൺ ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി. മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജുമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. വികസനത്തിന്റെയും ഭൂമി ഏറ്റെടുക്കലിന്റെയും മറവിൽ തന്നിഷ്ടം കാണിക്കുന്ന ഏർപ്പാട് ദേവസ്വം നിർത്തണമെന്നും B. ഗോപാലകൃഷ്ണൻ. ആറാമത് വേലൂർ ഗ്രാമക നാടക പുരസ്കാരം നാടകരചയിതാവും സംവിധായകനുമായ വാസൻ പുത്തൂരിന് സമർപ്പിച്ചു. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. 5 ദിവസങ്ങളിലായി നടന്ന നാടകോത്സവത്തിന് സമാപനമായി. പെരുമ്പിലാവ് ആൽത്തറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിപ്പിലശ്ശേരി സ്വദേശി മരിച്ചു. പള്ളിക്കുളം ഉന്നതിയിൽ താമസിക്കുന്ന 80 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം പരിമിതപ്പെടുത്തി. വെടിക്കെട്ട് ഒഴിവാക്കി 1 മണിക്കൂർ ദൈർഘ്യമുള്ള കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കി. വെടിപ്പുര ദുരന്തത്തിന് പിന്നാലെ ഇത്തവണത്തെ പൂരം എങ്ങനെ നടത്തുമെന്ന് ആലോചിക്കാനായി സർക്കാർ വിളിച്ച യോഗത്തിന്റേതാണ് തീരുമാനം. തൃശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി പരിമിതപ്പെടുത്താനാണ് യോഗത്തിൽ തീരുമാനമായത്. വെടിക്കെട്ട് ഉണ്ടാവില്ല. ആഘോഷപൂർവ്വമുള്ള കുടമാറ്റവും ഇല്ല. 15 മിനിറ്റ് മാത്രം ദൈർഘ്യമേ ഇത്തവണ കുടമാറ്റത്തിനുണ്ടാവൂ. ഇലഞ്ഞിത്തറമേളം ഗംഭീരമായി നടക്കും. കുടമാറ്റം പ്രതീകാത്മകമായിട്ടായിരിക്കും നടത്തുക. പരമാവധി 10 സെറ്റ് കുടകളാണ് ഇത്തവണ മാറാനാവുന്നത്. സാധാരണ 1 മണിക്കൂർ ദൈർഘ്യമുള്ള കുടമാറ്റമാണ് നടത്തുക. 55 സെറ്റ് കുടകൾ ഇരുദേവസ്വങ്ങളും ഈ സമയം കൊണ്ട് മാറുമായിരുന്നു. അതാണ് 10 സെറ്റ് കുടകളായി പരിമിതപ്പെടുത്തിയത്. പൂരത്തിന്റെ മറ്റ് ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. 8 ഘടകപൂരങ്ങളും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആനകളും മേളവുമായി വടക്കുംനാഥ സന്നിധിയിലെത്തി മടങ്ങും. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും മേളത്തിനും മുടക്കമുണ്ടാവില്ല. മഠത്തിൽ വരവ്, പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറമേളവും സമയമൊട്ടും കുറയ്ക്കാതെ അവതരിപ്പിക്കും. സമയപ്രദർശനം നടത്തുമെങ്കിലും ആഘോഷപൂർവ്വമായിരിക്കില്ല. നേരത്തെ സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും നടത്തണമെന്ന് പാറമേക്കാവ് അഭിപ്രായപ്പെട്ടിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും യോഗത്തിൽ പങ്കെടുത്തു. കളക്ടറേറ്റിൽ യോഗം ചേരുന്നതിന് മുമ്പ് VN വാസവൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് ദേവസ്വം ഭാരവാഹികളെ വിളിച്ചുവരുത്തി സമവായ ചർച്ച നടത്തിയിരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 25 രാത്രി 11 മണി മുതൽ ഏപ്രിൽ 27 ഉച്ചയ്ക്ക് 2 മണി വരെ 39 മണിക്കൂർ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകൾ, കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ എന്നിവ പൂർണ്ണമായും അടച്ചിടുന്നതിനും മദ്യവും മറ്റു ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും വിതരണവും നിരോധിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കിയത്. അബ്കാരി ആക്ടിലെ 54 വകുപ്പ് പ്രകാരമാണ് ഉത്തരവിറക്കിയത്. ഉത്തരവ് നടപ്പിൽ വരുത്തുന്നുണ്ടെന്ന് പോലീസ്, എക്സൈസ് വകുപ്പുകൾ ഉറപ്പാക്കണം. പൂരത്തിനോടനുബന്ധിച്ച് മദ്യനിരോധനം ഏർപ്പെടുത്തുന്നത് മൂലം വ്യാജ മദ്യ നിർമ്മാണത്തിനും വിതരണത്തിനും വിൽപ്പനയ്ക്കും ഇടയാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് മുൻകരുതലുകൾ എടുക്കുന്നതിന് എക്സൈസ്, പോലീസ് അധികാരികൾക്ക് കളക്ടർ ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായതിനാൽ മറ്റു ജില്ലകളിലും അനുഭവപ്പെടുന്ന ചൂട് വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ചൂട് വർദ്ധിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവാപായത്തിനും വരെ കാരണമായേക്കാം. അതിനാൽ താഴെ പറയുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണം. പകൽ 11 മുതൽ 3 വരെ പുറത്തിറങ്ങരുത്. ഈ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. കോവിഡ് കാലത്തെ പോലെ ഇതൊരു സെൽഫ് ലോക്ക്ഡൌൺ സമയമായി കണ്ട് അനാവശ്യ യാത്രകളും പുറം പണികളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വീടിനകത്തും തൊഴിലിടങ്ങളിലും നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന പാനീയങ്ങൾ ഒഴിവാക്കാം. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക.
എന്നീ നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നടുക്കുന്ന ഓർമ്മകളോടെ നെഞ്ചുരുകി കഴിയുകയാണ് പുന്നൂർകുളം കുന്നത്തൂർ സ്വദേശിനി കാഴുങ്ങൽ ശാരദ. തന്നെയും തന്റെ പറക്കമുറ്റാത്ത 4 മക്കളെയും തനിച്ചാക്കി വാസു തിരിച്ചുവരാത്ത ലോകത്തേക്ക് യാത്രയായത് ഇതുപോലുള്ള ഒരു വെടിക്കെട്ട് ദുരന്തത്തിലാണ്. 2011 ഡിസംബർ 28-ന് തൃശൂർ അത്താണിയിലെ പടക്കശാല തീപിടിച്ചുണ്ടായ അപകടത്തിലാണ് ഭർത്താവ് വാസുവിനെ നഷ്ടമായത്. അന്നത്തെ അപകടത്തിൽ 6 പേരാണ് മരിച്ചത്. സംഭവത്തിന് തലേന്നാണ് വാസുട്ടി എന്ന വാസു വീട്ടിൽ വന്ന് പണിസ്ഥലത്തേക്ക് മടങ്ങിയത്. പിന്നീട് കേട്ടത് അപകട വാർത്തയാണ്. പടക്കശാല ദുരന്തവും മരിച്ചവരുടെ പേരുകളും ടിവിയിൽ വന്നപ്പോഴൊന്നും വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞില്ല തങ്ങളുടെ വാസുവാണ് അപകടത്തിൽ മരിച്ചതെന്ന്. കാരണം പണിസ്ഥലത്ത് വാസു അറിയപ്പെട്ടിരുന്നത് വാസുപിള്ള എന്നായിരുന്നു. മരിച്ചവരുടെ പട്ടികയിൽ വാസുവും വാസുട്ടിയും ഇല്ലാതിരുന്നപ്പോൾ വീട്ടുകാരും നാട്ടുകാരും സമാധാനിച്ചു. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. വാർത്തയൊക്കെ വരുമ്പോ വാസുപിള്ളാന്നല്ല പറയണത്. ആ പേര് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇവിടെ വാസുട്ടിന്നാണ് പേര്. വാസുന്നാ ശരിക്കും എല്ലാവരും വാസുട്ടിന്നാണ്. ടിവിയില് വരുമ്പോ വാസുപിള്ളാന്ന് പറയുമ്പോ ഒരു ഒത്തുപെടുത്തണ്ടല്ല. പേര് ഞങ്ങൾക്ക് അറിയില്ല. അന്ന് ആൾക്കാരൊക്കെ മരിച്ചല്ലോ. ആളൊക്കെ മരിച്ചില്ല. സ്ഥലത്തുനിന്ന് ഇവിടെ നിന്ന് ദിവസം അന്ന് പണിക്ക് കയറുന്നില്ല. ഞാൻ നാളെ പണിക്ക് കയറുന്നില്ല പറഞ്ഞു. പിന്നെ പണിയുണ്ട് തല വിളിച്ചത്രേ. ഇപ്പൊ കേട്ടത് പണിക്കാൻ കയറില്ല. പക്ഷേ മരണം വാസുവിനെ കൊണ്ടുപോയിരുന്നു. വാസുവിന്റെ മരണത്തോടെ തകർന്നത് ഭാര്യ ശാരദയാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് 3 പെൺമക്കളുടെയും വിവാഹം നടത്തി. മകൻ വിഷ്ണു ടൈൽ ജോലി ചെയ്യുന്നു. അച്ഛന്റെ പണിയോടാണ് മകന് താല്പര്യം ഉണ്ടായിരുന്നതെങ്കിലും ഭർത്താവിന്റെ ദുരന്തം അനുഭവിച്ചറിഞ്ഞ ശാരദ മകനെ കരിമരുന്ന് പണിക്ക് വിട്ടില്ല. മുണ്ടത്തിക്കോട് ദുരന്തമറിഞ്ഞതു മുതൽ തന്റെ പ്രിയതമന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുനീർ പൊഴിക്കുകയാണ് ശാരദ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച സുവിന്റെ ഭവനം ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത സന്ദർശിച്ചു. സുവിന്റെ അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുന്ന കുടുംബാംഗങ്ങളെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് കാണാതായ സുരേഷ്, പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാജേഷ് എന്നിവരുടെ വീടുകളും മെത്രാപ്പൊലീത്ത സന്ദർശിച്ചു. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച അദ്ദേഹം അവർക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, DCC സെക്രട്ടറി PS സുനീഷ്, PU ഷാജൻ, ജിനാഷ് തെക്കേക്കര എന്നിവരും മെത്രാപ്പൊലീത്തയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രാർത്ഥനകളോടെയും ആശ്വാസവാക്കുകളോടെയും മടങ്ങിയ അദ്ദേഹം ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും ഓർമ്മിപ്പിച്ചു. മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജുമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വികസനവുമായി ബന്ധപ്പെട്ട് 100 മീറ്റർ അക്വിസിഷൻ നടത്തുന്നതിനു മുമ്പ് മാസ്റ്റർ പ്ലാൻ ദേവസ്വം ബോർഡ് ജനങ്ങൾക്ക് മുമ്പാകെ, ഭക്തജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കണം. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാതെ, സാമൂഹ്യാഘാത പഠനം തയ്യാറാക്കാതെ ഒരു കാരണവശാലും അക്വിസിഷൻ നടപടി അനുവദിക്കില്ല. നേരത്തെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ദേവസ്വം യാതൊരു ആനുകൂല്യവും നൽകിയിട്ടില്ല. സെന്റിന് 1 കോടി രൂപ നൽകാതെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല. ക്ഷേത്ര വികസനം ആവശ്യമാണ്, പക്ഷേ തോന്നിവാസം അനുവദിക്കില്ല. തദ്ദേശീയരെ വഴിയാധാരമാക്കിയുള്ള ഒരു വികസനവും വേണ്ട. ക്ഷേത്രത്തിലെ പാരമ്പര്യ പ്രവൃത്തിക്കാരെ 5 കിലോമീറ്റർ അകലേക്ക് മാറ്റിയാൽ അവർ എങ്ങനെ പുലർച്ചെ ക്ഷേത്രത്തിലെത്തും? വികസനത്തിന്റെയും ഭൂമി ഏറ്റെടുക്കലിന്റെയും മറവിൽ തന്നിഷ്ടം കാണിക്കുന്ന ഏർപ്പാട് ദേവസ്വം നിർത്തണം. നടത്തുന്നതിന് മുമ്പ് മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും തയ്യാറാക്കണം. അത് ജനങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ അക്വിസിഷന് വേണ്ടിയിട്ട് ദേവസ്വം നടപടിയെടുക്കുമ്പോൾ 1 സെന്റിന് 1 കോടി രൂപ വെച്ച് കൊടുക്കണം. അത് കൊടുക്കാനുള്ള പണമൊക്കെ ഭഗവാന്റെ കയ്യിലുണ്ട്. അത് കൊടുക്കാനുള്ള പണമൊക്കെ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട്. കുടിയൊഴിപ്പിക്കുന്നവരെ മുഴുവൻ വിളിച്ചുകൂട്ടി ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകും. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഈദ് മുബാറക് എന്ന രീതിയിൽ മിഠായി വിതരണം നടത്തിയിട്ടുണ്ട്. ഹിന്ദു അല്ലാത്ത ഒരു കശ്മീരിയാണ് മിഠായി വിതരണം ചെയ്തത്. ശിവേലി സമയത്ത് ഇത്തരത്തിൽ മിഠായി ലഭിച്ചതായി 8 പേർ തന്നോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന സുരക്ഷാ വീഴ്ചയാണിത്. ഇക്കാര്യത്തിൽ ദേവസ്വവും പോലീസും നിലപാട് വ്യക്തമാക്കണം. അല്ലെങ്കിൽ BJP ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഗുരുവായൂർ ദേവസ്വത്തിലെ സെക്യൂരിറ്റി വീഴ്ചയാണ് മുട്ടായി വിതരണത്തിന്റെ കാരണം.
പോലീസ് മറച്ചു വെക്കാൻ നോക്കരുത്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഈദ് മുബറാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മിഠായി വിതരണം നടന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ദേവസ്വം നിലപാട് വ്യക്തമാക്കണം, പോലീസ് നിലപാട് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ ഇത് ഞങ്ങള് ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റും. കാശ്മീരി ഹിന്ദു അല്ല. പണം വാങ്ങിക്കാനുള്ള യന്ത്രം മാത്രമായി ദേവസ്വം മാറിയിരിക്കുകയാണ്. പണം പിടിച്ചു വാങ്ങുന്ന യന്ത്രമായി ദേവസ്വം ബോർഡ് അധപതിക്കരുത്. ഇതൊരു പണം വാങ്ങുന്ന യന്ത്രമായി ഗുരുവായൂരപ്പനെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും മാറ്റരുത്. ഒരു പരിധിവരെ സഹിക്കും. അത് കഴിഞ്ഞാൽ ഒരു ഒറ്റ ഭരണസമിതിയുടെ മീറ്റിംഗ് അനുവദിക്കില്ല, കയറി വലിച്ച് പുറത്തിടും. ഞങ്ങള് വേഷം കെട്ട് പരിപാടിയൊന്നും ഇനി അനുവദിക്കില്ല. ഭരണസമിതിയുടെ യോഗം നടത്താൻ അനുവദിക്കില്ല. വലിയ ഭരണസമിതിയുടെ ആൾക്കാരാന്ന് പറഞ്ഞ കയറിയിരിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെയൊക്കെ ഈ ഗുരുവായൂർ ടൗണില് ഞങ്ങള് ജനകീയ വിചാരണ ചെയ്യും. വേഷം കെട്ട് കാണിക്കരുത്. മുണ്ടത്തിക്കോട് സ്ഫോടനം പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയാണ്. പടക്ക നിർമ്മാണശാലയിൽ വേണ്ടത്ര കരുതൽ സ്വീകരിച്ചിരുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു പ്രിക്കോഷണറി മെഷേഴ്സ്, ഞാനവിടെ പോയതാ സംഭവ സ്ഥലത്ത്. ഇതേപോലത്തെ ഒരു പേപ്പറിൽ അപകട മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര തൊഴിലാളി ഉണ്ടായിരുന്നു? തൊഴിലാളി ഗവൺമെന്റ് അല്ലേ കേരളത്തിലെ ഗവൺമെന്റ്? പടക്ക നിർമ്മാണശാലയിലെ തൊഴിലാളിയല്ലേ? ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ കടകൾ നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് അർഹമായ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് ആവശ്യപ്പെട്ടു. അക്വിസിഷൻ മൂലം ക്ഷേത്ര പരിസരത്തെ 150ഓളം വ്യാപാരികളുടെ ജീവിതം വഴിമുട്ടുന്ന സാഹചര്യമാണുള്ളത്. ഇവർക്ക് ക്ഷേത്ര പരിസരത്ത് തന്നെ ബദൽ കടമുറികൾ അനുവദിക്കാൻ ദേവസ്വം ഭരണസമിതി തയ്യാറാകണം. കിഴക്കേ നടയിൽ പണി പൂർത്തിയായി 8 വർഷമായിട്ടും തുറന്നുകൊടുക്കാത്ത TC ബ്ലോക്കിലെ 20 കടമുറികൾ ഉടൻ വ്യാപാരികൾക്ക് വിട്ടു നൽകണം. മതിയായ സൗകര്യങ്ങളില്ലാത്ത ഇടങ്ങൾക്ക് ഉയർന്ന തുക ആവശ്യപ്പെടുന്നത് വ്യാപാരികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിലെ ഗൗരവകരമായ കാര്യങ്ങൾ അധികൃതർ പരിഗണിക്കണം. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി പുതിയ കോംപ്ലക്സുകൾ പണിയുന്നതിനോട് എതിർപ്പില്ല. എന്നാൽ നിലവിലുള്ള വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടിൽ നിന്നും ദേവസ്വം ബോർഡ് പിന്മാറണം. ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും എല്ലാവർക്കും ഗുണകരമായ ഒരു പാക്കേജ് നടപ്പിലാക്കണമെന്നും ഇതിനായി സർക്കാരിന്റെയും നഗരസഭയുടെയും ഇടപെടൽ ആവശ്യമാണെന്നും സംഘടന അറിയിച്ചു. അതായത് 150ഓളം കച്ചവടക്കാരാണ് ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഇനി പറിച്ച് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇവരെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ നല്ലൊരു സംവിധാനത്തിൽ ഇരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു വ്യാപാരികളെയും ഗുരുവായൂർ ദേവസ്വം പുനരുദ്ധരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അതേപോലെ തന്നെ 8 വർഷം മുന്നേ കിഴക്കേ നടക്കിൽ ഈസ്റ്റ് ബ്ലോക്കിലും TC ബ്ലോക്കിലുമായിട്ട് 20ഓളം കച്ചവടക്കാരെ അവർ ഒഴിപ്പിച്ചു കൊടുത്തു. അവർക്ക് അതിൻ്റെ ഉള്ളില് ഷോപ്പ് തരുന്ന പറഞ്ഞത് അത് എന്തിനു വേണ്ടി പണിതാണ് നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോൾ അത് പീഡിയ മുറികളും താഴത്തെ റെസ്റ്റോറൻറ്റ്, കച്ചവടക്കാർക്ക് റൂമുകൾ അതിൽ പണിയാൻ പോകുന്നത് മേലെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ പ്ലാന് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്ലാൻ കിട്ടിയാൽ ഞങ്ങൾ വിശദീകരിക്കാം. അപ്പോൾ അതിന്റെ മുകളിൽ ഒരു കടകൾ കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൃഷ്ണന്റെ വിഗ്രഹവും മറ്റ് ലുക്ക് സാധനങ്ങൾ വിറ്റാൽ അത് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറിച്ച് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും? യൂണിറ്റ് പ്രസിഡന്റ് CT ഡെന്നീസ്, ജനറൽ സെക്രട്ടറി പുതൂർ രമേഷ് കുമാർ, ട്രഷറർ TK ജേക്കബ്, K രമേഷ്, വിജയലക്ഷ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 6ാമത് വേലൂർ ഗ്രാമകം നാടക പുരസ്കാരം നാടകരചയിതാവും സംവിധായകനുമായ വാസൻ പുത്തൂരിന് സമർപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി പുരസ്കാരം സമർപ്പിച്ചു. 11,111 രൂപയും ജയൻ പാത്രമംഗലം നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. 5 ദിവസങ്ങളിലായി നടന്ന നാടകോത്സവത്തിന്റെ സമാപന സദസ്സ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ചെയർപേഴ്സൺ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TM അബ്ദുൾ റഷീദ്, നാടകോത്സവ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ VV സുധീഷ്, ജനറൽ കൺവീനർ AN സോമനാഥൻ എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ഒറ്റയാൾ നാടകമായ പെൺനടൻ കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂരാണ് പെൺനടനെ അവതരിപ്പിച്ചത്. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞു. ശ്രുതി തെറ്റാതെ താളം പിഴക്കാതെ എന്നെ താടിയിട്ടുണ്ട്. ഞാൻ ആണും പെണ്ണും കെട്ടവരായി.
ആണൊരാളുടെ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പെണ്ണടൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അരങ്ങിൽ സമ്പന്നനായ നാടകനടൻ ജീവിതത്തിൽ നേരിടുന്ന അവഗണനകളാണ് നാടകം സംവദിക്കുന്നത്. നാടക ചരിത്രത്തിൽ സ്മരിക്കപ്പെടാതെ പോയ ഓച്ചിറ വേലുക്കുട്ടി ആശാൻ എന്ന നടന്റെ ജീവിതകഥയുടെ നേർപ്പകർപ്പാണ് പെണ്ണടൻ. വാസവദത്തയായും ലീലയായും മാതങ്കിയായും പല വേഷങ്ങളിൽ സന്തോഷ് കീഴാറ്റൂർ പകർന്നാടുകയാണ്. ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമാകുന്ന വെളിച്ചക്രമീകരണങ്ങളും പശ്ചാത്തല സംഗീതവും നാടകത്തെ മികവുറ്റതാക്കി. രംഗത്തിന്റെ ചടുലമായ ഒരുക്കങ്ങൾ വേഷപ്പകർച്ചയ്ക്ക് ഏറെ സഹായകരമായി. പെൺവേഷം മാത്രം കിട്ടിയാടിയ നടന്റെ ആത്മസംഘർഷവും നാടകത്തിനപ്പുറത്ത് നടന്റെ ലിംഗം തിരയുന്നവരിൽ നിന്നുമേറ്റ അപമാനങ്ങളും നാടകത്തിൽ ചർച്ചയായി. കുമാരനാശാന്റെ കരുണയിലെ വാസവദത്തയായി തകർത്താടിയ നടൻ അവസാനം അരങ്ങിൽ നിന്നും പുറത്താക്കപ്പെടുന്നതും തുടർന്ന് വീട്ടിൽ നിന്നും തള്ളിക്കളയപ്പെടുന്നതുമാണ് നാടകത്തിന്റെ ഇതിവൃത്തം. മഹാനായ പാപ്പുക്കുട്ടി ആശാൻ അരങ്ങിലാടിയ കഥാപാത്രങ്ങളെ അറിഞ്ഞു. പക്ഷേ സ്വന്തം ജീവിതം തിരിച്ചറിഞ്ഞില്ല. സ്വന്തം ജീവിതത്തിലെ കർമ്മം അറിഞ്ഞില്ല. സ്വന്തം ജീവിതം തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തി ഡോക്ടർ എൻ കെ മധുസൂദനനും ഡോക്ടർ കെ എസ് പ്രശാന്ത് കൃഷ്ണനുമാണ് സംഗീത സംവിധായകർ. സന്തോഷിന്റെ ഭാര്യ സിനി സന്തോഷ് കോസ്റ്റ്യൂം ഡിസൈനറായും മകൻ പ്ലസ് 2 വിദ്യാർത്ഥി യദുസ്ഥാൻ ദീപസംവിധായകനായും നാടകത്തോടൊപ്പമുണ്ട്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഈ ഒരു സദസ്സ് കാണുമ്പോൾ അല്ലാതെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ്. സത്യം, ഈ ഗ്രാമക നാടകോത്സവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതു മുതൽ ഞാൻ ഈ വേലൂരിനെ കുറിച്ച് അറിയുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠിച്ചിറങ്ങിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നാടകക്കാരൻ പ്രബലൻ വേലൂർ പ്രബലേട്ടനിലൂടെയാണ് വേലൂർ എന്ന ഗ്രാമത്തെക്കുറിച്ചും ഇവിടുത്തെ നാടക പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയുന്നത്. ഈ നാടകോത്സവത്തിൽ പങ്കാളിയാവണം. കഴിഞ്ഞ വർഷം സാധിച്ചില്ല, ഈ വർഷം സാധിച്ചു. ആദ്യം തന്നെ ഗ്രാമകം നാടകോത്സവത്തിൻ്റെ മുഴുവൻ സംഘാടകരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കലാകാരന്മാർക്ക് പരിചിതമായ സംഘർഷത്തിന്റെ കരുത്തുള്ള ആവിഷ്കാരമായി മാറിയ പെണ്ണടൻ എന്ന നാടകം ഗ്രാമകം നാടകോത്സവ വേദിയെ ധന്യമാക്കിയാണ് വെളിച്ചമണച്ചത്. പെരുമ്പിലാവ് ആൽത്തറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിപ്പിലശ്ശേരി സ്വദേശി മരിച്ചു. പള്ളിക്കുളം ഉന്നതിയിൽ താമസിക്കുന്ന 80 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പെരുമ്പിലാവ് ആൽത്തറ കൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് അപകടം നടന്നത്. കുന്നംകുളത്ത് നിന്നും തിപ്പിലശ്ശേരിയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അയ്യപ്പൻ മരിച്ചത്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അപകടത്തിൽ അയ്യപ്പന്റെ ഭാര്യ തങ്ക, പേരക്കുട്ടി 7 വയസ്സുള്ള സായുജ്, ഓട്ടോറിക്ഷ ഡ്രൈവറും അയ്യപ്പന്റെ അയൽവാസിയുമായ തിപ്പിലശ്ശേരി നെല്ലേക്കാട്ട് വീട്ടിൽ 67 വയസ്സുള്ള വിജയൻ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശുദ്ധി ചടങ്ങുകൾ നടക്കുന്നതിനാൽ മെയ് 1, 2 തീയതികളിൽ ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ കഴിയുന്നതുവരെയാണ് ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ഗുരുവായൂരപ്പന് മെയ് 1 വൈകുന്നേരവും മെയ് 2 രാവിലെയുമാണ് ശുദ്ധി ചടങ്ങുകൾ. മെയ് 3 അയ്യപ്പസ്വാമിക്കും 4 ഗണപതിക്കും 5 ഭഗവതിക്കും ശുദ്ധി ചടങ്ങുകൾ ഉണ്ടാകും. ചിറമനേങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭം. വ്യാഴാഴ്ച പുലർച്ചെ നട തുറന്ന ശേഷം വിശേഷാൽ പൂജകളും തന്ത്രി പൂജയും ഗണപതി ഹോമവും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രമേൽശാന്തി ഹരീഷ് നമ്പൂതിരി സഹകാർമ്മികനായി. രാവിലെ 8 മണി മുതൽ നടക്കൽ പറവെപ്പുമുണ്ടായി. ഉച്ചതിരിഞ്ഞ് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ അമ്പാടി മഹാദേവൻ ദേവിയുടെ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയായി. വൈകിട്ട് 6 മണി മുതൽ 13 പ്രാദേശിക പൂരാഘോഷങ്ങൾ ഗജവീരന്മാരും പഞ്ചവാദ്യവും ചെണ്ടമേളവുമായി ക്ഷേത്ര പ്രദക്ഷിണ നടത്തി.
തുടർന്ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടക്കം കേരളത്തിലെ പേരുകേട്ട 29 ഗജവീരന്മാർ അണിനിരന്നു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി MK ചന്ദ്രൻ, ട്രഷറർ അനിൽ മാഷ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. സാഹിത്യത്തിലെ മഹാരഥന്മാരായ വില്യം ഷേക്സ്പിയറിന്റെയും ഗാർസിലാസോ ഡെ ലാ വെഗയുടെയും മിഗേൽ ഡെ സെർവന്റീസിന്റെയും ചരമദിനമാണ് പുസ്തക ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തക ദിനം നൽകുന്നത്. ഏറെക്കാലമായി വായന മരിക്കുന്നുവെന്ന വിലാപമുയരുന്ന ഇക്കാലത്ത് പുസ്തക ദിനാചരണത്തിലൂടെ സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഓരോ പുസ്തകങ്ങളും ഓരോ വായനയും വായനക്കാരന് നൽകുന്നത് നമുക്ക് ചുറ്റുമുള്ള നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളായ ലോകങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ്. അത് സ്വയം നവീകരിക്കാനുള്ള വഴിയായി മാറുന്നു. പുതിയ കാലം ഈ വായനയുടെ കാലം കൂടിയാണ്. അങ്ങനെ വായന പുതിയ തലത്തിലേക്ക് വഴിമാറിക്കഴിഞ്ഞു. ഇ-ബുക്കുകൾക്ക് ഇതര ഭാഷകളിൽ എന്ന പോലെ മലയാളത്തിലും ആവശ്യക്കാർ ഏറെയാണ്. ആശയവിനിമയത്തിന്റെ ഉറവിടവും വിജ്ഞാനത്തിലേക്കുള്ള വഴിയും പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്നു. മൂല്യമുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വായന മരിക്കുന്നുവെന്ന വിമർശനത്തിനിടയിലും ലോകമെങ്ങും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ പോലും വായനക്കാർ വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. വായന മരിക്കുന്നുവെന്ന് പറയുമ്പോഴും പുസ്തക വിൽപ്പനയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ പറഞ്ഞു. കൂടാതെ ഒരുപാട് ചെറുസംഘങ്ങൾ, പുസ്തക ചർച്ചാവേദികൾ, ഗ്രൂപ്പുകൾ എല്ലാം തന്നെ കേരളത്തിൽ എല്ലായിടത്തും പുതിയ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഒരുപക്ഷെ വായനശാലകളിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കാം. അതേസമയം തന്നെ വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള വായനകൾ, പുസ്തകങ്ങൾ സ്വയം വാങ്ങി വായിക്കുന്ന ഒരു പ്രക്രിയ വളരെ കൂടുതലാണെന്നും വത്സൻ കൂട്ടിച്ചേർത്തു. ജനാധിപത്യ പ്രക്രിയകളിൽ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് പുസ്തക വായന എന്നത് തിരിച്ചറിവ് ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചെറു സംഘങ്ങൾ, പുസ്തക ചർച്ചാ വേദികൾ, ഗ്രൂപ്പുകൾ ഒക്കെ തന്നെ കേരളത്തിലെമ്പാടും പുതിയ കാലഘട്ടത്തിന് രൂപപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പൊതുവെ ആളുകൾ പറയും ആരാണ് വായിക്കുന്നത്, വായന മരിക്കുകയാണ് എന്നൊക്കെ തന്നെ പൊതുവെ എല്ലാവരും പ്രസംഗങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള വായന ഒരുപക്ഷെ വായനശാലകളിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നത്. അതേസമയം തന്നെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വായനകൾ, പുസ്തകങ്ങൾ സ്വയം വാങ്ങി വായിക്കുന്ന ഒരു പ്രക്രിയ വളരെ കൂടുതലാണ്. ഈ വർഷത്തെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ ആശയം നിങ്ങളുടെ വഴി വായിക്കുക എന്നതാണ്. വായനയോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ആശയം ബോധ്യപ്പെടുത്തുന്നത്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പലിൽ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തിന് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ശ്ലൈഹിക വാഴ്വും നടന്നു. തുടർന്ന് വിശ്വാസികൾക്ക് ഭക്ഷണവും ഉണ്ടായി. ബുധനാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, തുടർന്ന് 7 മണിക്ക് യൂലിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച വിളമ്പും നടന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വൈദികരും വിശ്വാസികളും പങ്കാളികളായി. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ജോസഫ് ജോർജ്, ട്രസ്റ്റി CI റെജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. മാധ്യമ സ്വാതന്ത്ര്യം തടഞ്ഞതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന മുഖ്യമന്ത്രി, DGP എന്നിവർക്ക് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പരാതി നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുവദനീയമായ സ്ഥലത്ത് മാധ്യമ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിനും ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി വിഷ്വൽ നശിപ്പിച്ചതിനുമെതിരെയാണ് പരാതി നൽകിയത്. ഏപ്രിൽ 20 വൈകിട്ട് മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താനെത്തിയപ്പോൾ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകനായ രാജു ഗുരുവായൂരിനെ തടയുകയും ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി തടഞ്ഞുവെച്ച് ഫോൺ പിടിച്ചുവാങ്ങി ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനുമെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHOക്ക് പരാതി നൽകിയിരുന്നു. നടന്ന സംഭവവും ഇതിലുൾപ്പെട്ടവരെയും പരാതിയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം കാവൽക്കാരൻ സുമേഷ്, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ ഒപ്പം വന്ന കണ്ടാലറിയുന്ന ആൾ, വിവേക് കിരണിന്റെ ഭാര്യ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് പരാതി നൽകിയത്. പൊതുസ്ഥലത്ത് നിയമപ്രകാരമുള്ള പ്രവേശനം തടസ്സപ്പെടുത്തിയതിനും
ബലമായി പിടിച്ചുകൊണ്ടുവന്ന് പൊതുപ്രദർശനം നടത്തിയതിനും നിർബന്ധമായി കെട്ടിടത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഫോൺ കൈയടക്കി അതിൽ നിന്നും ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനും അനുസരിച്ച് കേസെടുക്കാവുന്നതാണെന്നും പരാതിയിൽ പറയുന്നു. ഈ പരാതിയിൽ അടിയന്തരമായി ഇടപെട്ട് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലുണ്ടാകണമെന്നാണ് യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഡിവൈഎഫ്ഐ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച വീടുകൾ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. കഴിഞ്ഞ ദിവസം വെടിമരുന്ന് പുര പൊട്ടിത്തെറിച്ച് വാസയോഗ്യമല്ലാതായ വീടുകളിലാണ് യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ ശുചീകരണം നടത്തിയത്. വീടിനുള്ളിൽ അടിഞ്ഞുകൂടിയ മണ്ണും കരിയും ജനൽ ചില്ലുകളുമെല്ലാം വാരിക്കൂട്ടിയ ശേഷം വീടുകൾ വാസയോഗ്യമായ തരത്തിലേക്ക് മാറ്റിയാണ് യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ തങ്ങളുടെ സേവന പാതയിലെ പുതിയൊരു അധ്യായം പൂർത്തീകരിച്ചത്. ദുരന്തമുഖങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായി മാറിയ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്വന്തം ജീവൻ പോലും മറന്ന് പ്രവർത്തന നിരതരായ യുവതി യുവാക്കളെ ഇതിനു മുൻപും നമ്മുടെ നാട് കണ്ടിരുന്നു. പ്രളയകാലത്തും മഹാമാരിക്കാലത്തും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലും ദുരന്തമുഖത്തിറങ്ങിയ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു. ദുരന്തമുഖത്ത് അവസരോചിതമായി ഇടപെടുന്ന ഡിവൈഎഫ്ഐയുടെ മറ്റൊരു മാതൃകാ പ്രവർത്തനത്തിനാണ് മുണ്ടത്തിക്കോട് സാക്ഷ്യം വഹിച്ചത്. ഗുരുവായൂരപ്പന്റെ ഇഷ്ട കലാരൂപമായ കൃഷ്ണനാട്ടത്തിലെ അവതാരം കഥയിലെ പൂതന മോക്ഷത്തിൽ പൂതന കൈയിലേന്തുന്ന കൃഷ്ണന്റെ പ്രതിമ വഴിപാടായി സമർപ്പിച്ചു. ക്ഷേത്ര കലാനിലയം കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ശങ്കരനാരായണനാണ് പ്രതിമ നിർമ്മിച്ചത്. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഏറ്റുവാങ്ങി. കലാനിലയം സൂപ്രണ്ട് ഡോക്ടർ മുരളി പൊറനാട്ടുകര, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ CR ലജുമോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 30, മെയ് 1, 2 തീയതികളിലാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായുള്ള കൊടിയേറ്റ കർമ്മം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായി. തുടർന്ന് ലതീഞ്ഞ് നോവേന, വിശുദ്ധ കുർബാന തുടങ്ങിയ തിരുകർമ്മങ്ങളുണ്ടായി. തുടർന്നുള്ള നവനാൾ ദിവസങ്ങളിൽ വൈകിട്ട് 6 കപ്പേളയിൽ ലതീഞ്ഞ് നോവേന, 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ് നോവേന, പ്രസിദ്ധേന്തി വാഴ്ച, കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണം എന്നീ തിരുകർമ്മങ്ങൾ ഉണ്ടായിരിക്കും. തിരുനാൾ തലേദിനമായ ഏപ്രിൽ 30 രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, ലതീഞ്ഞ് നോവേന, കൂടുതുറക്കൽ ശുശ്രൂഷ, അമ്പ്, വള, കിരീടം, വെഞ്ചിരിപ്പ്. വൈകിട്ട് 6:30 വേസ്പര, പ്രസിദ്ധേന്തി വാഴ്ച, അമ്പ്, വള, കിരീട സമാപനം എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ മെയ് 1 വെള്ളിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന. തുടർന്ന് 10 നടക്കുന്ന ആഘോഷപൂർവമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ തോമസ് പൂപ്പാടി തിരുനാൾ വചന സന്ദേശം നൽകും. ഫാദർ പ്രിൻസ് പിണ്ടിയാൻ സഹകാർമ്മികനാകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ആളൂർ വർഗീസ് ബാബു, മുരിങ്ങത്തേരി ലാസർ സണ്ണി, മുരിങ്ങത്തേരി ലാസർ ലിയോൺ, ജനറൽ കൺവീനർ മുരിങ്ങത്തേരി ഫ്രാൻസിസ് ഡേവിഡ്, തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. CPI പുന്നൂർകുളം ലോക്കൽ കമ്മിറ്റി ഓഫീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. നാക്കോലയിലാണ് പുതിയ ഓഫീസ് തുറന്ന് പ്രവർത്തനം തുടങ്ങിയത്. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PT പ്രവീൺ പ്രസാദ്, AM സതീന്ദ്രൻ, മണ്ഡലം കമ്മിറ്റി അംഗം സുധീഷ് അമരായിൽ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ, ലതിക തുളസി എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി MK സലീം സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി EK നിഷാർ നന്ദിയും പറഞ്ഞു. പാർട്ടിയിലേക്ക് പുതിയതായി കടന്നുവന്ന ഹൈക്കോടതി അഭിഭാഷകൻ C സുരേഷിനെ ചടങ്ങിൽ വെച്ച് KK വത്സരാജ് പതാക കൈമാറി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. പുന്നൂർകുളം മർച്ചന്റ്സ് അസോസിയേഷൻ 46-ാം വാർഷികവും പുന്നൂർകുളം പഞ്ചായത്ത് പുതിയ ഭരണസമിതിയിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും സ്വീകരണവും നൽകി. ആൽത്തറ ഗ്രീൻലാൻഡ് റീജൻസിയിൽ നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, പ്രതിപക്ഷ നേതാവ് AD ധനീബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP ധർമ്മൻ, KH ആബിദ്, മെമ്പർമാരായ ഷാജി തൃപ്പറ്റ്, ശോഭ പ്രേമൻ, ബുഷറ സുബൈർ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലുമുണ്ടായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാല അപകടത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും 1 വർഷത്തിനുള്ളിൽ മരണമടഞ്ഞ മെമ്പർമാർക്ക് അനുശോചനവും രേഖപ്പെടുത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ സ്വാഗതവും ജില്ലാ ഭരണസമിതി മെമ്പർ MV ജോസ് നന്ദിയും പറഞ്ഞു.
തുടർന്ന് നടന്ന വാർഷിക സമ്മേളനത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ക്ലാസ് എടുത്തു. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ് വിവാഹ സഹായനിധി വിതരണം ചെയ്തു. അഞ്ഞൂർ യൂണിറ്റ് പ്രസിഡന്റ് ലിയോൺ വാഴപ്പുള്ളി, വയലത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് AK ഉണ്ണികൃഷ്ണൻ, അണ്ടത്തോട് യൂണിറ്റ് പ്രസിഡന്റ് M മുഹമ്മദ് അലി, യൂണിറ്റ് സെക്രട്ടറിമാരായ VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ VK അബ്ദുൾ ഷുക്കൂർ കണക്കും അവതരിപ്പിച്ചു. ലൂക്കോസ് തലക്കോട്ടൂരിനെ വീണ്ടും യൂണിറ്റ് പ്രസിഡന്റായും നിലവിലുള്ള ഭരണസമിതി തുടരാനും യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. ലോക പുസ്തക ദിനത്തിൽ അധ്യാപികയെ കാണാനെത്തിയ വിദ്യാർത്ഥികൾക്ക് പുസ്തകവും പേനയും സമ്മാനിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ക്ലാസ് ടീച്ചറെ കണ്ട് ആശംസകൾ നേരാൻ കൂനമുച്ചിയിലെ ടീച്ചറുടെ വസതിയിലെത്തിയത്. പുസ്തകവും പേനയും ആയുധമാക്കണമെന്ന മലാല യൂസഫ് സായിയുടെ സന്ദേശം നൽകിക്കൊണ്ടാണ് തന്റെ വിദ്യാർത്ഥികൾക്ക് അധ്യാപികയായ അമ്പിളി പീറ്റർ പുസ്തകവും മഷി പേനകളും സമ്മാനിച്ചത്. മനുകൃഷ്ണ, NR മാളവിക, KJ ജയ്മ, അലോന K ഗിവിൻ, ആര്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘമാണ് ടീച്ചറെ കാണാൻ എത്തിയത്. കടവല്ലൂർ മണ്ഡകത്തിങ്കൽ മുത്തി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള വിഷ്ണുമായ സ്വാമിയുടെ കളമ്പാട്ടും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും വെള്ളി ശനി ദിവസങ്ങളിലായി നടത്തും. വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിനത്തിൽ വിശേഷാൽ പൂജകളും കലശാഭിഷേകങ്ങളും ഉണ്ടാകും. തന്ത്രി കൈപ്പറമ്പ് രവി കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ മുത്തപ്പൻ കളമ്പാട്ടും ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ വിഷ്ണുമായ സ്വാമിയുടെ കളം എഴുത്തുപാട്ടും നടക്കും. ശോഭിൻ മാപ്രാണം കാർമ്മിയാകും. വൈകിട്ട് 7 മണിക്ക് താലം പുറപ്പാട് ആരംഭിക്കും. 7:15 താലം എഴുന്നള്ളിപ്പ് വാദ്യമേളങ്ങളോടെ കല്ലുംപുറം സെന്ററിൽ നിന്നും ആരംഭിച്ച് 8 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് പ്രസാദകൂട്ട് ഉണ്ടായിരിക്കും. 11 മണിവരെ തോറ്റംപാട്ട്, ശേഷം കളം മായ്ക്കലും ഭക്തർക്ക് സ്വാമിയുടെ കൽപ്പനയും നടക്കും. അർദ്ധരാത്രി 12-ന് സമാപിക്കും. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 SSLC ബാച്ച് വിദ്യാർത്ഥികൾ സ്കൂളിന് ഫാൻ സമ്മാനിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ജോൺസൺ മാസ്റ്റർ, KS ഉണ്ണികൃഷ്ണൻ, K വിജയൻ എന്നിവർ ചേർന്ന് പ്രധാനാധ്യാപിക ബീന C ജേക്കബ്, SMC ചെയർമാൻ VS ശ്രീജൻ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ് എന്നിവർക്ക് ഫാനുകൾ കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,075 രൂപ, പവന് 1,12,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം പാറന്നൂർ തോട്ടുങ്ങൽ രാധ നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. വിജയൻ ഭർത്താവാണ്. സ്മിത, സ്മിജ എന്നിവർ മക്കളാണ്. ചൂണ്ടൽ പുതുശ്ശേരി കുഞ്ഞുകുട്ടൻ ആശാരി മകൻ PK ദാമോദരൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. രുക്മിണി ഭാര്യയും സുനീഷ്, ഷീന, ഷീജ എന്നിവർ മക്കളുമാണ്. തമ്പുരാൻപടി സാംസ്കാരിക സമുച്ചയത്തിന് സമീപം ശ്രീജിത്ത് നഗറിൽ താമസിക്കുന്ന പട്ടണത്ത് ശ്രീനിവാസൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഗിരിജ ഭാര്യയും ശ്രീജ, ശ്രുതി, പരേതനായ ശ്രീജിത്ത് എന്നിവർ മക്കളുമാണ്. മാധ്യമപ്രവർത്തകനായ ഷാജി പത്മനാഭന്റെ മാതാവും പറക്കാട് പുട്ടാലയ്ക്കൽ പത്മനാഭന്റെ ഭാര്യയുമായ ശാന്ത നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11:30 വീട്ടുവളപ്പിൽ നടക്കും. സിന്ധു, സന്ധ്യ എന്നിവരാണ് മറ്റു മക്കൾ. ചെമ്മണ്ണൂർ പരേതനായ മുണ്ടൻ ഭാര്യ കുഞ്ഞുമോൾ നിര്യാതയായി. 98 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. വേലായുധൻ, കൃഷ്ണൻകുട്ടി, ലളിത, മോഹനൻ, ചന്ദ്രൻ എന്നിവർ മക്കളാണ്. കോഴിക്കോട് പാവങ്ങാട് രാമചന്ദ്രൻ നഗർ വടക്കൂട്ട് കോലാടി ബിനോയ് വില്ലയിൽ PC സാറാമ നിര്യാതയായി. 91 വയസ്സായിരുന്നു. വെസ്റ്റ് ഹിൽ GUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കും. പരേതനായ VV ജോസ് ഭർത്താവാണ്. റോയ്, ബെന്നി, ബിനോയ് എന്നിവർ മക്കളാണ്. കുന്നംകുളം അയ്യപ്പത്ത് റോഡ് താഴത്തേതിൽ മാത്യു മകൻ ബേബി നിര്യാതനായി. 83 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 11-ന് കുന്നംകുളം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ സംസ്കാരം നടത്തും. മേരിയാണ് ഭാര്യ. ഷാജി, ഷിജി, ഷിറിൽ എന്നിവർ മക്കളാണ്. തിരുവത്ര ഗാന്ധിനഗറിന് സമീപം താമസിക്കുന്ന പരേതനായ രാമനത്ത് കല്ലിങ്ങൽ ഹൈദ്രോസ് ഭാര്യയും പരേതനായ തൈക്കണ്ടിപ്പറമ്പിൽ മമ്മദാൻ സാഹിബിന്റെ മകളുമായ മറിയം BV
പുന്നയിലുള്ള മകൻ അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് നിര്യാതയായി. 91 വയസ്സായിരുന്നു. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 9-ന് മണത്തല പള്ളി ഖബറിസ്ഥാനിൽ നടക്കും. അബ്ദുൾ ജമാൽ, ഹാഷിം, പരീദ്, അബ്ദുൾ ഗഫൂർ, റസിയ, സഹിയ, പരേതയായ ഹാജിറ ബീവി എന്നിവർ മക്കളാണ്. പന്നിശ്ശേരി വെട്ടുകാട് അടിയത്ത് പരേതനായ അന്തോണി ഭാര്യ സെലീന നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ടെസി, ബെന്നി, ആലീസ്, മിനി, ബിജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം വെടിക്കെട്ടില്ലാതെ നടത്തും. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. പൂരത്തിന്റെ മറ്റു ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൂരം നടത്തിപ്പുമായുള്ള ധാരണ. സംസ്ഥാനത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. സെൽഫ് ലോക്ക്ഡൌൺ ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി. മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജും ഇല്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ. വികസനത്തിന്റെയും ഭൂമി ഏറ്റെടുക്കലിന്റെയും മറവിൽ തന്നിഷ്ടം കാണിക്കുന്ന ഏർപ്പാട് ദേവസ്വം നിർത്തണമെന്നും വി ഗോപാലകൃഷ്ണൻ. ആറാമത് വേലൂർ ഗ്രാമകം നാടക പുരസ്കാരം നാടകരചയിതാവും സംവിധായകനുമായ വാസൻ പുത്തൂരിന് സമർപ്പിച്ചു. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. 5 ദിവസങ്ങളിലായി നടന്ന നാടകോത്സവത്തിന് സമാപനമായി. പെരുമ്പിലാവ് ആൽത്തറയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിപ്പിലശ്ശേരി സ്വദേശി മരിച്ചു. പള്ളിക്കുളം ഉന്നതിയിൽ താമസിക്കുന്ന 80 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.